കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആർ.എസ്.എസ്. കേരള ബി.ജെ.പി. എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്ന് ആർ.എസ്.എസിന്റെ മുതിർന്ന നേതാവ് കെ ഗോവിന്ദൻകുട്ടി. അതേസമയം ടി.പി. സെൻകുമാർ, ശശികല, ആർ.വി. ബാബു അടക്കമുള്ള നേതാക്കളാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ രംഗത്ത് വന്നത്. മാനസ ചേരുകയാണ്. മാനസ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. ആ വാർത്താ സമ്മേളനത്തിന് മറുപടിയായാണ് മുതിർന്ന നേതാവ്, അതായത് ആർ.എസ്.എസിന്റെ മുതിർന്ന നേതാവായ കെ ഗോവിന്ദൻകുട്ടി കമന്റുമായി രംഗത്തെത്തിയത്. ഇത്തരത്തിൽ ഈ കേരള ബി.ജെ.പി. എന്തിനാണ് ഈ വിഷയത്തിൽ വേവലാതിപ്പെടുന്നത് എന്നതായിരുന്നു കെ ഗോവിന്ദൻകുട്ടിയുടെ ചോദ്യം എന്നുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ ഇതിന്റെ നിലപാട് സ്വീകരിച്ചതാണ്. മാത്രമല്ല, ഈ ആർ.എസ്.എസ് ഈ ബി.ജെ.പിക്ക്, കേരള ബി.ജെ.പിക്ക് എന്തിനാണ് ഇതിൽ ഇത്ര ആശങ്ക എന്നും വേവലാതിപ്പെടേണ്ട സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ തന്നെ വ്യക്തമാകുന്നത് ബി.ജെ.പിയുടെയും അതോടൊപ്പം തന്നെ ആർ.എസ്.എസിന്റെയും ഭിന്ന അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ആണ് എന്നുള്ളതാണ്. അതായത് ക്രൈസ്തവ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി.ജെ.പി. മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ക്രൈസ്തവ പ്രീണനം ആണ് ഈ രാജ്യത്ത് നടക്കുമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ക്രൈസ്തവർക്കൊപ്പമാണ് എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പ്രത്യക്ഷത്തിൽ വാർത്താ സമ്മേളനത്തിലൂടെ പറയുമ്പോൾ, എന്നാൽ തങ്ങൾ അതിനോടൊപ്പമല്ല എന്ന് തന്നെ തുറന്നു കാട്ടുന്ന ഒരു നിലപാടാണ് ആർ.എസ്.എസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെയും ഒരു പരാമർശം വന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെതിരെ ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിട്ടുണ്ട്. ടി.പി. സെൻകുമാർ, അതോടൊപ്പം തന്നെ ശശികല തുടങ്ങിയ നേതാക്കളൊക്കെയും തന്നെയാണ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ മതം മാറ്റത്തെ ശക്തമായി ചെറുക്കുമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന സമീപനം രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിക്കണമെന്ന നിലപാടും ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിൽ ബജ്രംഗ് ദളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഛത്തീസ്ഗഡിൽ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ നൽകിയത് അതൊരു സ്വതന്ത്ര പാർട്ടിയാണ് എന്നതാണ്. എന്നാൽ ഇതും കൂടി തീർച്ചയായും മാനസ, ഇവിടെ എങ്ങനെയെങ്കിലും കുറച്ച് ക്രൈസ്തവ വോട്ടുകൾ ഒപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ബി.ജെ.പി. നടത്തുന്നത്. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ആർ.എസ്.എസ്. ഈ കാര്യത്തിൽ ഇടപെടുന്നത്. മാനസയാണ് വിവരങ്ങൾ നൽകിയത്.